നമ്മൾ റാന്നിയിലേക്കാണ് വീണ്ടും പോകുന്നത്. റാന്നിയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ കുട്ടവഞ്ചി അടക്കമുള്ളവ കൊണ്ടുപോയുള്ള രക്ഷാപ്രവർത്തനമാണ് തുടരുന്നത്. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങളുമായി. പ്രവീൺ, ആ കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയൊക്കെ ഒരാൾ പൊക്കത്തിൽ തന്നെ വെള്ളമുണ്ട് അല്ലേ? മാധു, നമുക്കിപ്പോൾ റാന്നി ഭാഗത്ത് എത്രമാത്രം രൂക്ഷമാണ് ഈ വെള്ളം കയറുന്നത് എന്നുള്ളത് നമുക്ക് ദൃശ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് റാന്നിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയത്. ഇതിൻ്റെ ഒരു വശത്ത് നിറയെ വീടുകളാണ്. ആ വീടുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കുട്ടവഞ്ചികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കുട്ടവഞ്ചികളിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. ഇത് ഇപ്പോൾ സഞ്ചരിക്കുന്നത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലൂടെയാണ്. അവിടെ മുഴുവൻ വെള്ളം കയറിയിരിക്കുന്നു. റോഡിൻ്റെ ഒരു വശം നമുക്ക് കാണാം. ഇവിടെയെല്ലാം വ്യാപാര സ്ഥാപനങ്ങളാണ്. അതിൻ്റെ അകത്തേക്ക് വരെ വെള്ളം കയറിയിരിക്കുന്നു. 3 ആൾ പൊക്കത്തിൽ ഇവിടെ വെള്ളമുണ്ട് എന്നാണ് ഇപ്പോൾ ഈ കുട്ടവഞ്ചി തുഴയുന്ന ആളുകൾ തന്നെ പറയുന്നത്. ഇനിയും പലയിടങ്ങളിലും വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെയെല്ലാം പരമാവധി വളരെ വേഗം തന്നെ രക്ഷാപ്രവർത്തനം നടത്തി പുറത്തേക്ക് അവരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പമ്പാ നദിയിൽ ഇപ്പോഴും ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. ഈ റാന്നി ഭാഗത്തേക്ക് ഇപ്പോൾ ഈ വെള്ളം കയറിയിരിക്കുന്നത് പമ്പാ നദിയിൽ നിന്നാണ്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന സ്ഥലത്ത് നിന്നും കേവലം മീറ്ററുകൾ മാത്രം മാറിയാണ് പമ്പ നദിയുള്ളത്. ഈ റാന്നിക്ക് മോചനമില്ല. അതായത് ഈ പമ്പയാറ്റി അടിഞ്ഞുകൂടിയ മണ്ണ് കാരണമാണ് ഇത്രയും വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടാകുന്നത്. പാറ പൊട്ടിക്കാൻ കഴിയും, പക്ഷെ മണ്ണ് വരാൻ കഴിയത്തില്ല. അതായത് അത് പോട്ടെ, അത് ആർക്കും നഷ്ടമില്ലല്ലോ. അത് ഈ സർക്കാരിനും ആർക്കും നഷ്ടമില്ലല്ലോ. ഇത് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റിലുണ്ടാകുന്ന മണ്ണ് നീക്കം ചെയ്യണം. അല്ലാതെ ഒരിക്കലും ഇവിടെ ഇങ്ങനെ വെള്ളം കയറുന്നതല്ല. ഇത്ര പെട്ടെന്ന് ഇവിടെ വെള്ളം കയറുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പാറ പൊട്ടിക്കുന്ന തെറ്റല്ല, പക്ഷെ ആറ്റി വരുന്ന മണ്ണ് വരുന്ന തെറ്റാ. മാധു, നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഇത് മാമുക്കിന്റെ വിവിധ ഭാഗങ്ങളാണ്. ഇവിടെയെല്ലാം വീടുകളും ഒപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളും ഉണ്ട്. ദാ കാണുന്നതെല്ലാം വീടുകളാണ്. അവിടെയുള്ള ആളുകളെ എല്ലാം മാറ്റിയിട്ടുണ്ട്. ദാ കാണുന്ന ഒരു തടിമില്ലാണ്. അതിലെ ഉപകരണങ്ങളെല്ലാം ഇപ്പോൾ നശിച്ചു പോയിരിക്കാം. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. ആ തടിമില്ലിന്റെ അകത്തേക്ക് വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഭാഗത്തും കൂറ്റൻ കെട്ടിടങ്ങൾ കാണാം. ഇതിനപ്പുറത്തെല്ലാം ജനവാസ മേഖലയാണ്. ഇവിടെ നിന്ന് മീറ്ററുകൾ മാത്രമേ ഉള്ളൂ പമ്പാ നദിയിലേക്ക്. പമ്പാ നദി കരകവിഞ്ഞൊഴുകിയാണ് റാന്നി ഭാഗം മുഴുവൻ വെള്ളത്തിലായിരിക്കുന്നത്. പമ്പാ നദി വളവുള്ള ഭാഗങ്ങളിൽ അത് ദിശ മാറി ഒഴുകിയാണ് റാന്നി ടൗണിലേക്ക് എത്തിയിരിക്കുന്നത്. ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ് മുഴുവൻ വെള്ളത്തിലായിരിക്കുന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ചെത്തോങ്കരയിൽ വെള്ളം കയറിയിരിക്കുന്നു. ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഏതാണ്ട് പകുതിയോളം തന്നെ വെള്ളം കയറിയിരിക്കുന്നു. അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ പൂർണ്ണമായും നശിച്ചു പോകുന്ന സാഹചര്യമാണ് അല്ലെ? അവിടെയുള്ള ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കൊക്കെ ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇതിനകം. മാധു, 2018 മഹാപ്രളയത്തിൽ റാന്നി നമുക്കറിയാം ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് വ്യാപാരികൾക്കാണ്. കാരണം അവർ കണ്ണ് തുറക്കുന്ന സമയം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകൾ നശിച്ചു. ഓണത്തിന് അന്ന് 2018 ഓണത്തിന് തിരുവോണത്തിനൊക്കെ നല്ല കച്ചവടം നടക്കും, അല്ലെങ്കിൽ അതിന് തലേദിവസമൊക്കെ കച്ചവടം നടക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുവകളാണ് അത് വസ്ത്രാലയങ്ങളിലും ഒപ്പം തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇട്ടിരുന്നത്. അന്ന് 2018 മഹാപ്രളയത്തിലും ഇതിന് സമാനമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും വ്യാപാരികൾ അത് തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഓണക്കാലമൊക്കെ ആയിരുന്നു. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും വസ്ത്രാലയങ്ങളിലും ഒക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങളൊക്കെ അവർ വാങ്ങി വെച്ചിരുന്നു. ചെരുപ്പ് കടകൾ, തുണിക്കടകൾ, ഒപ്പം തന്നെ ബേക്കറികൾ. ഒരു ബേക്കറിയിലെ ഒരു ചേട്ടനെ നാം രാവിലെ കണ്ടിരുന്നു. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് പുലർച്ചെയാണ് അറിഞ്ഞത് റാന്നിയിലേക്ക് വെള്ളം കയറിയെന്ന്. എൻ്റെ കട കാണാൻ പോലും എനിക്ക് കഴിയുന്നില്ല. കാരണം ഈ കരയിൽ നിന്നും അവിടേക്ക് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. പോകുന്ന ഭാഗത്തെല്ലാം വെള്ളം കയറി കിടക്കുന്നു. എൻ്റെ കടയുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല എന്നാണ് ആ ബേക്കറി വ്യാപാരി, ആ ബേക്കറിയുടെ ഉടമസ്ഥൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. 2018 മഹാപ്രളയത്തിൽ ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ തകർന്ന് കടക്കണിയിലായ നിരവധി വ്യാപാരികളുണ്ട്. ഇത് മാമുക്ക് ജംഗ്ഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട റാന്നി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷൻ മാമുക്ക് ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് തിരുവല്ല ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ പോകുന്നത്. അവിടെ കടൽ സമാനമാണ്. ഒരു കടൽ സമാനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ഈ സമയത്ത് നിറയെ ബസ്സുകളും യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളും ഒക്കെ പോകേണ്ടുന്ന ഒരു സമയമാണ്. വളരെ തിരക്ക് പിടിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ. ആ ജംഗ്ഷൻ ബേക്കറിയുടെ ദൃശ്യം നമുക്ക് കാണാം. അതിന്റെ ബോർഡ് വരെയും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണോ അത് മുഴുവനും നശിച്ചു പോയിരിക്കുന്നു. ആ തൊട്ട് മുന്നിൽ കാണുന്ന ആ ബേക്കറി, അതിന്റെ നെയിം ബോർഡ് അടക്കം അത്ര വരെ മുട്ടി നിൽക്കുന്ന വെള്ളമാണ്. ഒരു ആൾപ്പൊക്കത്തിന് മുകളിൽ വെള്ളം അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രവീൺ, ഇവിടെ ഒന്നും അവശേഷിക്കുന്നുണ്ടാകില്ല അല്ലെ? ഇനി എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മനുഷ്യർ.
അതേ മാധു, നമുക്കത് കണ്ടില്ലേ, ഈ കടയുടെ ഷട്ടറിന്റെ പകുതി ഭാഗത്തോളം വെള്ളം എത്തിയിരിക്കുന്നു. അതിനർത്ഥം ഈ കടയ്ക്കകത്തുള്ള എല്ലാ വസ്തുവകകളും നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, ഇപ്പോൾ ഒരു മിനി സൂപ്പർ മാർക്കറ്റ് കാണുന്നുണ്ട്. മറ്റൊന്ന്, ഇവിടെ ഒരു റോയൽ എൻഫീൽഡിന്റെ ഷോറൂം കാണുന്നുണ്ട്. വാഹന ഉടമ അല്ലെങ്കിൽ വാഹന കച്ചവടക്കാർക്ക് ഇപ്പോൾ നമുക്കറിയാം റോയൽ എൻഫീൽഡിന്റെ ഒരു ഷോറൂമാണ് കാണുന്നത്. അതിനകത്ത് എത്ര വാഹനങ്ങൾ ഉണ്ടായിരിക്കും, അറ്റകുറ്റപ്പണി നടത്താൻ എത്തിച്ച എത്ര വാഹനങ്ങൾ ഉണ്ടായിരിക്കാം, അങ്ങനെ എത്രമാത്രം നഷ്ടങ്ങളാണ് ഇവിടുത്തെ വ്യാപാരികൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇലക്ട്രിക് ടൂൾസ് റിപ്പയറിംഗ് അങ്ങനെ ഒരു സ്ഥാപനം കാണുന്നു. മറുവശത്ത് ഒരു ഒപ്റ്റിക്കൽസ് കട കാണുന്നു. അതിനകത്തൊക്കെ എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ കണ്ണടകളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ വ്യാപാരികൾക്കൊന്നും ഇവിടേക്ക് എത്താൻ പോലും കഴിയുന്നില്ല. അവർക്കൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് വാർത്താമാധ്യമങ്ങളിൽ കൂടി റാന്നിയിൽ എന്താണ് സംഭവിക്കുക എന്നത് കേൾക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുന്നുള്ളൂ. ഇങ്ങോട്ടേക്കൊന്നും എത്താൻ പോലും കഴിയുന്നില്ല. എത്തിയാലും പ്രയോജനമില്ല മാധു. കാരണം ഈ കടകൾക്കകത്തൊക്കെ വെള്ളം കയറി എല്ലാം നശിച്ചു കഴിഞ്ഞു. സാധാരണഗതിയിൽ നേരത്തെയൊക്കെ ആണെങ്കിൽ മുന്നറിയിപ്പൊക്കെ ഉണ്ടെങ്കിൽ വ്യാപാരികൾ തലേദിവസം രാത്രി തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തി വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി സാധനങ്ങളൊക്കെ മാറ്റുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ട് 7 മണി, 8 മണി, രാത്രി 9 മണി ആരും അങ്ങനെ ഒരു പ്രതീക്ഷ പോലും വെക്കുന്നില്ല. കാരണം രാത്രിയിൽ മഴ പെയ്തിരുന്നു. അത് സാധാരണ മഴയല്ലേ എന്ന് വ്യാപാരികൾ കരുതി. പക്ഷേ അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴേക്കും പലരും ഉറക്കമായിരുന്നു. പിന്നീട് പല സന്ദേശങ്ങളിൽ കൂടിയും വാട്സപ്പ് ചാറ്റുകളിൽ കൂടിയും ഒക്കെയാണ് ഈ റാന്നി മേഖലയിൽ മുഴുവൻ വെള്ളം കയറി എന്നുള്ള കാര്യം വ്യാപാരികൾ അറിഞ്ഞത്. അവർ ഓടിയെത്തിയിരുന്നു. പക്ഷേ അവർക്കാർക്കും തങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഒന്ന് അടുക്കാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പോൾ നമുക്ക് കാണുന്ന കാർ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതും ആ കാറുകളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ കാറുകൾക്കൊക്കെ ഇനി എത്രമാത്രം അറ്റകുറ്റപ്പണികൾ വേണ്ടിവരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു ഫ്ലൈമാർട്ട് കട കാണുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ കടകളുണ്ട്. ഒപ്പം തന്നെ ഇതിനിടയിലൊക്കെ വലിയ വീടുകളുമുണ്ട്. ആ വീടുകളുടെ 2ാം നിലയിലെ താഴ്ഭാഗത്തേക്ക് വരെ വെള്ളം എത്തിയിരിക്കുന്നു. അവർക്കാർക്കും ഒരുപക്ഷെ വീട്ടു സാമഗ്രികളൊന്നും പുറത്തേക്ക് മാറ്റാൻ പോലും കഴിഞ്ഞിട്ടില്ല. അവർക്കിനി മാറ്റണമെങ്കിൽ തന്നെ ഈ കാണുന്ന പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയും ഒപ്പം തന്നെ അതിൻ്റെ വശങ്ങളിലുമുള്ള ചെറിയ വഴികളുമാണ് മാത്രം ആശ്രയമായിട്ടുള്ളത്. ഇവർ കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോഴേക്കും ആ വഴികളിൽ എല്ലാം വെള്ളം നിറഞ്ഞിരുന്നു. പിന്നെ അവർ എങ്ങനെ സാധന സാമഗ്രികൾ മാറ്റും? കച്ചവടക്കാർ എങ്ങനെ, ഏത് വഴിയിൽ കൂടി അവർ സാധനങ്ങൾ കൊണ്ടുപോകും? കണ്ണെത്തുന്ന ദൂരത്തെ അല്ലെങ്കിൽ കണ്ണെത്താത്ത ദൂരത്തെല്ലാം വെള്ളം കയറി കിടക്കുന്നത്. ഇതൊരു പെട്രോൾ പമ്പാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പെട്രോൾ പമ്പാണ്. ആ പെട്രോൾ പമ്പിന് അകവശം മുഴുവൻ കാണുന്നില്ലേ, അവിടെ മുഴുവൻ വെള്ളം കയറിയിരിക്കുന്നു. ഇനിയും ഈ പമ്പുടമയെ സംബന്ധിച്ചും എത്രമാത്രം ജോലികളാണ് അല്ലെങ്കിൽ എത്രമാത്രം സാമ്പത്തിക നഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ വ്യാപാര സ്ഥാപനങ്ങൾ എടുക്കുമ്പോൾ നേരത്തെ 2018 മഹാപ്രളയത്തിൽ നഷ്ടം സംഭവിച്ച വ്യാപാരികൾ അടുത്തിടെ വരെയും അവർ പരാതികൾ പറഞ്ഞിരുന്നു. തങ്ങൾക്ക് നഷ്ടപരിഹാരം ഒന്നും കിട്ടിയിട്ടില്ല. 6ഉം 7ഉം വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നവർ ഒറ്റ നിമിഷം കൊണ്ട് ഈ 7 കടകളും വെള്ളത്തിനടിയിലായി, കോടിക്കണക്കിന് രൂപയുടെ കണക്കടിയിലായി പിറ്റേ ദിവസം എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞ് തളർന്നിരുന്നവരുണ്ട്. അവർക്കാർക്കും ഒരു സഹായധനം പോലും കിട്ടിയില്ല എന്നൊരു പരാതി കൂടി റാന്നിക്കാർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിലാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പ്രളയത്തിൻ്റെ രൂപത്തിൽ, ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അത് ഈ വ്യാപാരികളെ സംബന്ധിച്ചാണെങ്കിലും വീട്ടുകാരെ സംബന്ധിച്ചാണെങ്കിലും വലിയ നഷ്ടം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഒരു വീട്ടിലെ സാധന സാമഗ്രികൾ, അത് മുട്ടുസൂചി മുതൽ ബാക്കിയുള്ള സാധന സാമഗ്രികളൊക്കെ എത്രമാത്രം അധ്വാനിച്ചായിരിക്കാം ഓരോ ആളുകളും ഉണ്ടാക്കുന്നത്. അത് ഒരു നിമിഷം കൊണ്ട് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. അവർ ഇനി എത്ര നാൾ അധ്വാനിച്ചാൽ അത്തരം കാര്യങ്ങളൊക്കെ അവർക്കിനി അത് വീണ്ടെടുക്കാൻ കഴിയും. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം, ഇത് ഒരു ATM, യൂണിയൻ ബാങ്കിൻ്റെ ATM ആണ്. ആ ATM മുഴുവൻ വെള്ളത്തിലായിരിക്കുന്നു. ഒപ്പം ഒരു വാഹനം, ഒരു കാറിൻ്റെ മുകൾ വശമാണെന്ന് തോന്നുന്നു ആ കാണുന്നത്, അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനമായിരുന്നു. ആ വാഹനത്തിൻ്റെ മുകൾ വശം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കാർ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ മൊബൈൽ ഷോപ്പുകളാണ്. പൂർണ്ണമായും മുങ്ങിപ്പോയിരിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നത് പോലും അറിയില്ല. വെള്ളം മുഴുവനും പോയി കഴിഞ്ഞാൽ മാത്രമാണ് എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്ന് പറയാൻ കഴിയുക. അതേ മാധു, ആ കാറിൻ്റെ മുകൾ വശം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒറ്റ നോട്ടത്തിൽ അതേതോ ഒരു ആസ്ബസ്റ്റോസ് ഷീറ്റ് മുകളിൽ കിടക്കുകയാണെന്ന് നമുക്ക് തോന്നുകയുള്ളൂ. നമ്മൾ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഒരു കാറിൻ്റെ മുകൾ വശമാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ ആ കാറിൻ്റെ ഉയരത്തിൽ അത്രയും അവിടെ വെള്ളം കയറിയിരിക്കുന്നു. അത് യൂണിയൻ ബാങ്കിലേക്ക്, റാന്നി മാമുക്കിലുള്ള യൂണിയൻ ബാങ്കിൻ്റെ പ്രവേശന കവാടത്തോട് ചേർന്ന് കിടന്നിരുന്ന വാഹനമാണ്. അതെനിക്ക് തോന്നുന്നു ഒഴുക്കിൽ പെട്ട് ഈ ഭാഗത്തേക്ക് എത്തിയതാണ്. അകത്തെവിടെയാണ് അത് പാർക്ക് ചെയ്തിരിക്കുന്നത്, ഒഴുക്കിൽപ്പെട്ട് വന്നിരിക്കുകയാണ്. അതിന് അപ്പുറത്തുള്ള ഭാഗത്തും ഇതിൽ കൂടുതൽ വെള്ളമാണ് വന്നിരിക്കുന്നത്. ഇതൊരു വലിയ ഓഡിറ്റോറിയമാണ് മാധു, റാന്നിയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഓഡിറ്റോറിയം എന്ന് പറയാം. ആ ഓഡിറ്റോറിയത്തിനകം നമുക്കിപ്പോൾ കാണാം അതിൻ്റെ കോമ്പൗണ്ട് മുഴുവൻ ഒരു കായൽ പോലെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ഈ ഭാഗത്ത് തന്നെ ഏകദേശം 10 അടിയോളം ആഴ്ചയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് കുട്ടവഞ്ചിയിൽ കൂടി സഞ്ചരിക്കുന്നത് പുല്ലൂർ മൂവാറ്റുപുഴ
സംസ്ഥാന പാതയിൽ കൂടിയാണ്. അങ്ങനെ റാന്നിയെ സംബന്ധിച്ച് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് സർവ്വവകകളും വെള്ളത്തിലായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആ വെള്ളത്തിന്റെ മറുവശത്തേക്ക് എത്തിയിട്ടുണ്ട്. മേളവത്തിലേക്ക് സാധന സാമഗ്രികളൊക്കെ എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അക്കരെ പോയിട്ട് പാണമ്പ്ര മിഡിൽ ക്ലാസ്സുകളിൽ പുള്ളി കടയിലില്ല, അപ്പം സാധനം എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് പോയിട്ട് തിരിച്ചു വരുക. സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിഞ്ഞോ? കുറച്ച് മാറ്റി വെച്ചിട്ട് വന്നു. അവിടെ വെള്ളം കയറിയിട്ടില്ല, കയറുമെന്ന് കണ്ട് ഇപ്പോൾ പോയിട്ട് വന്നാൽ ഞങ്ങൾ മാമക്കെല്ലാം വെള്ളത്തിലായല്ലോ. ഇത് മോനാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വരുന്നത് വരെ പോയപ്പോൾ. മാധു, നമുക്കിപ്പോൾ രക്ഷാപ്രവർത്തകരെ കാണാൻ സാധിക്കും. ഇത് നാം ഇപ്പോൾ മാമുക്കിന്റെ നാം നിന്ന ഭാഗത്ത് നിന്നും കുട്ടവഞ്ചിയിൽ സഞ്ചരിച്ച് ഇപ്പോൾ മറുഭാഗത്തേക്ക് എത്തിയിരിക്കുന്നുണ്ട്. അതായത് റാന്നി ടൗണിന്റെ മാമുക്ക് ഭാഗത്ത് ഇവിടെ വരെയാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തകരുമുണ്ട്. നേരത്തെ രക്ഷാപ്രവർത്തകരുമായി നാം സംസാരിച്ചിരുന്നു. അവർ അറിയിച്ചത് 250-ലധികം വീടുകളിൽ, അത് ഈ മാമുക്കിന്റെ വിവിധ, ഇപ്പം നമ്മൾ പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത വഴി മാത്രമാണ്, വെള്ളം കയറിയ ഭാഗത്തു കൂടി മാത്രമാണ് നമ്മൾ സഞ്ചരിച്ചത്. ഇതിന്റെ ഓരോ ഇടവഴികളിൽ കൂടിയും നാം പോവുകയാണെങ്കിൽ അവിടെ നൂറുകണക്കിന് വീടുകളാണുള്ളത്. പക്ഷെ അവിടേക്കൊക്കെ എത്തിച്ചേരുന്നതിനായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് ഈ രക്ഷാപ്രവർത്തകർ പറയുന്നു. ഒന്ന്, മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ്. ഒപ്പം തന്നെ ആ വഴിയിൽ കൂടി അവിടേക്ക് എത്തുക എന്നുള്ളത് ദുഷ്കരമാണ്. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരും NDRF ടീമും നാട്ടുകാരുമൊക്കെ ഒരേ മനസ്സോടുകൂടി അവർ ഉണർന്ന് പ്രവർത്തിച്ചു. പരമാവധി വീടുകളിലേക്ക് എത്തി അവർ ആളുകളെ ഡിങ്കിയിലും ഒപ്പം തന്നെ കുട്ടവഞ്ചിയിലും ഒക്കെ ആളുകളെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. വലിയ വിഷമമായി പോയല്ലേ? വലിയ വിഷമമായി. 2018 ഇതുപോലെയായിരുന്നു. അത് ഇത്ര ഇല്ലായിരുന്നു, അതിൽ കുറച്ച് കുറവുണ്ട്. ഞങ്ങൾക്ക് കടയാണ്, ഷോപ്പാണ്. ഒരു നില പകുതി മുക്കാൽ മുങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടായിരുന്നു സാധനങ്ങൾ? ഞങ്ങൾ ടെക്സ്റ്റൈലാണ്, വസ്ത്രങ്ങളായിരുന്നു. അത് ഓണം കണക്കാക്കി നമ്മൾ വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അതെ അതെ അതെ, ഓണം കണക്കാക്കി വാങ്ങിച്ചു. താഴത്തെ നിലയിലെ മുഴുവൻ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടു. നമുക്ക് ഇത് മാറ്റാനുള്ള സമയം കിട്ടിയില്ല. രാവിലെ അറിഞ്ഞു 5 മണിക്ക്. അപ്പോൾ വന്നപ്പോഴത്തേനും സ്റ്റാഫൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള മോനും, കാരണം മാറ്റാൻ പറ്റിയില്ല. വലിയ വിഷമമായിപ്പോയി. 2018 വിഷമമായി, ഇപ്പോഴും അതിലേറെ വിഷമമായിപ്പോയി. ഈ ഭാഗത്തൊക്കെ നമ്മളിപ്പോൾ കുറച്ചൊക്കെ സഞ്ചരിച്ച് നോക്കി, ഇതിനകത്തൊക്കെ ആളുകളൊക്കെ വീടുകളിലൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ വീടുകളിലൊക്കെ കാണുമ്പോൾ എല്ലാ സ്ഥലവും വെള്ളം കയറി കിടക്കുക, വീടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സ് ജീവനക്കാർ കൂടിയുണ്ട്. ഇവരാണ് ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തി. സാറേ, നിങ്ങൾ പോയി കണ്ട സ്ഥലങ്ങളിലൊക്കെ ആളുകളൊക്കെ മാറ്റിയിട്ടുണ്ടോ? മാറ്റി ഞങ്ങൾ രാവിലെ 3 മണിക്കാണ് പരിപാടി തുടങ്ങിയത്. 3 മണിക്കാണ് സ്റ്റേഷനിൽ കോൾ വന്നത്. അതുപോലെ ഐത്തല മുക്കുടി എന്ന ഭാഗത്ത് വെള്ളം കയറി. അപ്പം വീട്ടിലൊരു സ്ത്രീ കുടിയും കിടക്കുമെന്ന് പറഞ്ഞാൽ വിളിച്ചത്. അപ്പം 3 മണിയായപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഐത്തല മങ്കുഴി ഭാഗത്ത് പോയി. അവിടെ ഒരു വീട്ടിൽ പ്രായമായ 2 പേരുണ്ടായിരുന്നു. അവരെ ആദ്യം ഡിക്കിക്കകത്ത് പോയി രക്ഷപ്പെടുത്തി. പിന്നെ 2 കിടപ്പ് രോഗികളുണ്ടായിരുന്നു. അവരെ സ്ട്രെച്ചറിൽ ഏകദേശം 1 കിലോമീറ്റർ എടുത്തുകൊണ്ട് വന്ന് മറ്റുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള വീട്ടിലാക്കി. 2018 താങ്കൾ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. അതുമായി നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത്? അത് അത്രത്തോളം ആയിട്ടില്ല, എന്നാലും വെള്ളം കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഭാഗത്ത് മഴ പെയ്തതല്ല, ഇപ്പം സീതത്തോട് ആ ഏരിയയിൽ എവിടെ മഴ പെയ്ത് അങ്ങനെ ഉരുള് പൊട്ടി. ആളുകളൊക്കെ സുരക്ഷിതരാണ്. പരമാവധി ആളുകളെ മാറ്റി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 500-600 പേരെ ഇപ്പോൾ ഈ ലൊക്കാലിറ്റിയിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സുരക്ഷിതമായിട്ട് മാറ്റിയിട്ടുണ്ട്. വീട്ടു സാമഗ്രികളൊക്കെ നശിച്ചു. ഈ റോഡിന് അടിവശം വെള്ളം കയറിയ ഭാഗത്ത് ഒരു വിധപ്പെട്ടതൊക്കെ ഈ കടകളിലെ സാധനങ്ങളെ കുറേ ഒഴുകിപ്പോയി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് ഇത്. പ്രവീൺ, കുട്ടവഞ്ചിയിൽ ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് യാത്ര ചെയ്ത് വന്നപ്പോഴാണ് റാന്നി എത്രത്തോളം മുങ്ങിയിട്ടുണ്ട് എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ കടകളുടെയും ഏറ്റവും മുകൾ ഭാഗം വരെ വെള്ളം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇലക്ട്രോണിക് ഷോപ്പുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ എന്താണ് ബാക്കി ഉണ്ടാവുക എന്നത് നമുക്കറിയാം. ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ, ബേക്കറികളിലൊക്കെ ATM കൗണ്ടറുകളിലേക്കൊക്കെ വെള്ളം മുഴുവനായും കയറിയിരിക്കുന്ന സാഹചര്യമാണ്.